ബുദ്ധിമതിയായ പിടക്കോഴിയും വിശന്നു വലഞ്ഞ കുറുക്കച്ചാരും. ഒരിടത്തൊരിടത്ത് കാടിനടുത്തുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരു വീട്ടുമുറ്റത്ത് ഒരു വലിയ കോഴിക്കൂട്ടിൽ കുറേ കോഴികൾ താമസിച്ചിരുന്നു. ആ കോഴിക്കൂട്ടിന് ചുറ്റും വേലി കിട്ടിയിരുന്നു. കോഴികൾ തീറ്റ തിന്നു കൂട്ടിൽ കയറി. എന്നാൽ മുതിർന്ന ഒരു പിടക്കോഴി മാത്രം തീറ്റ കൊത്തി തിന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് വേലിക്ക് പുറത്തുകൂടെ ഒരു കുറുക്കച്ചാർ അതുവഴി വന്നത്. അവനാണെങ്കിൽ വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേലിക്കകത്ത് തീറ്റ കൊത്തിക്കൊണ്ടിരിക്കുന്ന പിടക്കോഴിയെ അവൻ്റെ ശ്രദ്ധയിൽ കുരുങ്ങിയത്. അവൻ്റെ വായിൽ വെള്ളമൂറി. എങ്ങനെയെങ്കിലും അവളെ പുറത്ത് ചാടിച്ച് എൻ്റെ വിശപ്പ് തീർക്കണം, കുറുക്കൻ കരുതി. കുറുക്കന് ഒരു ബുദ്ധി തോന്നി. അവൻ പിടക്കോഴിയെ വിളിച്ചു. സുന്ദരിക്കോഴി, എത്ര മനോഹരമായ ദിവസമാണല്ലേ ഇന്ന്. നമ്മൾ കൂട്ടുകാരായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ, അല്ലേ സുന്ദരി? കോഴി തീറ്റ കൊത്തുന്നത് നിർത്തി കുറുക്കച്ചനെ ജാഗ്രതയോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരോ? നമ്മളോ? കുറുക്കന്മാരും കോഴികളും കൂട്ടുകാരായി എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് കേട്ട കുറുക്കച്ചൻ പറഞ്ഞു, എൻ്റെ സുന്ദരിക്കോഴി, കാലം മാറിയതൊന്നും നീ അറിഞ്ഞില്ലേ? ഇപ്പോൾ കുറുക്കന്മാരും കോഴികളും നല്ല കൂട്ടുകാരാണ്. നീ ഈ വേലിക്കുള്ളിൽ തന്നെ നിൽക്കാതെ ഒന്ന് പുറത്തു വന്ന് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു നോക്കൂ. കുറച്ചു ദൂരെ ഒരു അത്ഭുതകരമായ സ്ഥലമുണ്ട്. നീ കൂടെ വരികയാണെങ്കിൽ നിനക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അതും പോരാഞ്ഞ് അവിടെ നല്ല മധുരമുള്ള ധാന്യങ്ങളുണ്ട്. നീ ജീവിതത്തിൽ ഇതുവരെ അത്ര നല്ല ധാന്യങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ഇഷ്ടം പോലെ ധാന്യങ്ങൾ തിന്നാം. മധുരമുള്ള ധാന്യം എന്നൊക്കെ കേട്ടപ്പോൾ കോഴിക്ക് കൂടെ പോകണമെന്നൊക്കെ തോന്നി. എന്നാലും കുറുക്കന്മാർ നുണയന്മാരും കൗശലക്കാരുമാണെന്ന് കോഴി കേട്ടിട്ടുണ്ട്. കോഴി പറഞ്ഞു, എനിക്ക് ആ മധുരമുള്ള ധാന്യങ്ങൾ കഴിക്കണമെന്നും പുറത്തുള്ള കാഴ്ചകൾ കാണണമെന്നുമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. എൻ്റെ കൂട്ടുകാരോടും ചോദിക്കണം. എൻ്റെ കൂട്ടുകാർ നിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കൂ. അത് കേട്ടപ്പോൾ കൂർക്കൻ്റെ മനസ്സിൽ ലെട്ടുപൊട്ടി. കൂട്ടുകാരെന്ന് കേട്ടപ്പോൾ വേറെയും കോഴികളാണെന്ന് കരുതി അവൻ ആഹ്ലാദത്തോടെ തിരിഞ്ഞു നോക്കി. അവൻ ഞെട്ടിപ്പോയി. പുറകിലതാ വലിയ കാവൽ നായ്ക്കൾ അവനെ തന്നെ നോക്കി മുരണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ഉറക്കെ കുരച്ചു. കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. എന്നിട്ട് ഭയത്തിൽ ഒരലർച്ചയോടെ അവന് കഴിയുന്നത്ര വേഗത്തിൽ ഒരൊറ്റയോട്ടം. മിടുക്കിയായ കോഴിയും കാവൽ നായ്ക്കളും ഉറക്കെ ചിരിച്ചു. ഗുണപാഠം: ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നല്ലവരെ മാത്രം കൂട്ടുകാരായി തിരഞ്ഞെടുക്കുക.